ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 154 എപ്പിസോഡ്. മകനല്ല ഗർഭഫലം അനുഗ്രഹീതം. ഉദരഫലം എന്നാണ് ഇപ്പം നമ്മൾ പറയണേ. ഗർഭഫലം എന്നാണ് ബൈബിളിൽ പണ്ട് പറഞ്ഞിരുന്നത്. വയറ്റിൻ ഫലമായ ഈശോ എന്നാണ്. നിന്റെ വയറ്റിൻ ഫലമായ ഈശോ. ഗ്രീക്കിൽ ഹോ കാർപ്പോസ് ടേസ് കൊയിലിയാസ് സു എന്നാണ്. ഹോ കാർപ്പോസ് the fruit, tes koiliasu of thy womb. ലൂക്കാസിന്റെ സുവിശേഷം 1:42. നമ്മുടെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് എലിസബത്ത് നിന്റെ പുത്രൻ അനുഗ്രഹീതൻ എന്ന് പറയാതെ നിന്റെ ഗർഭഫലം അനുഗ്രഹീതൻ എന്ന് പറഞ്ഞത്? നിന്റെ ഗർഭഫലം, ദ ഫ്രൂട്ട് ഓഫ് ദൈ വൂംബ്. പെട്ടെന്നൊരു ഉത്തരം പറയാം. ഈ പെന്തക്കോസ്ത് ദൈവസഭക്കാരെ പോലെയും ക്രിസ്റ്റാഡൽഫിയൻസ്, ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, യഹോവ സാക്ഷികൾ, സ്പിരിറ്റൻ ജീസസ്, ഇങ്ങനെയുള്ള കുറേ പേരുണ്ടല്ലോ. അവരെ പോലെ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ വരുമെന്ന് എലിസബത്ത് തിരിച്ചറിഞ്ഞിരുന്നു. കാരണം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടാണ്, പ്രചോദിതയായിട്ടാണ് എലിസബത്ത് സംസാരിക്കുന്നത്. ലൂക്കാസ് അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ പെന്തക്കോസ്തുകാർ, യഹോവ സാക്ഷികൾ, ദൈവസഭക്കാരെന്ന് പറഞ്ഞിട്ട് കുറേ പേര് വരും, മറിയത്തെ അവമാനിക്കാനും തിരുവചനത്തെ വ്യഭിചരിക്കാനും. അവർക്കുള്ള ഉത്തരമാണ്. അതാണ് ഒന്നാമത്തെ, നിന്റെ ഗർഭഫലം അനുഗ്രഹീതം. അപ്പോൾ ഈ ഗർഭഫലം എന്നത് വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരു 14 അർത്ഥമെങ്കിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ചിലപ്പോൾ അതിൽ കൂടുതൽ കാണും. ഞാൻ അതിലത്തെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ചിലപ്പോൾ 2-3 വീഡിയോസ് കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാം. ഒന്ന്, യഹൂദരുടെ ഹെബ്രായ ശൈലിയാണ് നാഭിഫലം അല്ലെങ്കിൽ ഗർഭഫലം എന്നൊക്കെ പറയുന്നത്. വളരെ മൂർത്തമായ ഭാഷയാണ് ഈ ഹീബ്രു എന്ന് പറയുന്നത്, സെമിറ്റിക് ഭാഷ. ഇപ്പം നമ്മൾ നദീതടം എന്ന് നമ്മൾ പറയും. റിവർ ബാങ്ക് എന്നാണ്. റിവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യുക ഇല്ലേ? നദി ഡെപ്പോസിറ്റ് ചെയ്യാണ്, മണൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അതാണ് നദീതടം, റിവർ ബാങ്ക്. ഒരു യഹൂദൻ അങ്ങനെ പറയില്ല. യഹൂദൻ പറയാ ദ ബോസം ഓഫ് ദ റിവർ. ഈ നദിയുടെ മടിത്തട്ട് എന്നാണ് പറയുക. നദിയുടെ മടിത്തട്ട്, ബോസം. ആ നദി ഇരിക്കുന്ന ഒരു പ്രതീതി ഒന്ന് എടുത്തു നോക്കി. അപ്പോൾ ആ നദിയുടെ മടിത്തട്ടാണ്. നമ്മുടെ ശരീരത്തോട് ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുക. ഈ പ്രകൃതിയിൽ ഏത് സംഗതി നോക്കിയാലും അവർ മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുത്തിയും പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുക. ആകാശങ്ങളും ഭൂമിയും എന്നാണ് ലോകത്തിന് പറയുക. കാണാൻ പറ്റുന്ന ആകാശങ്ങൾ, കാണാൻ പറ്റുന്ന ഭൂമി. ലോകം എന്ന് പറഞ്ഞ് കാണാൻ പറ്റില്ലല്ലോ. ആകാശവും കാണാം, അവിടെ ഉണ്ടായില്ലെങ്കിലും കാണാൻ പറ്റും. ഭൂമിയും കാണാം. ആകാശങ്ങളും ഭൂമി എന്നാണ് പറയുക. അങ്ങനെ വളരെ മൂർത്തമായ ഭാഷയാണ് സെമിറ്റിക്. അപ്പോൾ ഒരു അപ്പനോടാണ് പറയുന്നെങ്കിൽ ദ ഫ്രൂട്ട് ഓഫ് ദൈ ലോയൻസ് എന്നാണ് പറയുക. നിന്റെ മകൻ എന്നല്ല പറയുക, നിന്റെ നാഭീഫലം, ദ ഫ്രൂട്ട് ഓഫ് ദൈ ലോയൻസ്. ലോയൻസ് എന്ന് പറഞ്ഞാൽ അരക്കെട്ട് നമ്മൾ പറയും. കടിപ്രദേശം എന്നാണ് സത്യവേദ പുസ്തകത്തിൽ ഉപയോഗിക്കുന്ന വാക്ക്, കടിപ്രദേശം. അതിപ്പോൾ ഞാൻ പറഞ്ഞാൽ സഭ്യമല്ലാത്ത വാക്ക് ഉപയോഗിച്ചു മാണിപ്പറമ്പിലച്ചൻ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മെക്കെട്ട് കയറാൻ വരും. പക്ഷേ സത്യവേദ പുസ്തകത്തിൽ കടിപ്രദേശം എന്നാണ് കിടക്കണേ. നാഭി എന്ന് പറഞ്ഞാൽ ഏകദേശം വരും. അതായത് മക്കളുണ്ടാകുന്നത് എവിടെ നിന്നാണെന്ന് ഹീബ്രു യഹൂദന്മാർക്ക് അറിയാം. അപ്പോൾ അവൻ്റെ മകൻ എന്ന് പറയുന്നതിന് പകരം നിന്റെ നാഭിഫലം എന്നാണ് പറയുക. മകൻ എന്നല്ല പറയുക, നിന്റെ നാഭിഫലം. നിന്റെ മകളെന്നല്ല പറയുക, നിന്റെ നാഭിഫലം. അമ്മയോടാണ് പറയുന്നതെങ്കിൽ നിന്റെ ഗർഭഫലം, നിന്റെ ഗർഭത്തിൻ്റെ ഫലം എന്നാണ് പറയുക. അതായത് കൊച്ചുണ്ടാകുന്നത് ഗർഭത്തിലാണ്. അപ്പോൾ ആ ഗർഭത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വളരെ മൂർത്തമാണ്. മകനോ മകളോ എന്നൊക്കെ പറഞ്ഞാൽ അത്ര മൂർത്തമായ ലാംഗ്വേജ് അല്ലല്ലോ. ഒരു ജനറിക്കാണ്, ഒരു പൊതുവായ അർത്ഥമാണ്. ഇത് വളരെ മൂർത്തമായെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഈ കൃഷിഫലം എന്നാണ് ഫ്രൂട്ട്സിനെ, പ്രകൃതിയിൽ ഫ്രൂട്ട്സിനെ പറയുക. കൃഷിഫലം മണ്ണിൻ്റെ ഫലം, ഗർഭഫലം പെണ്ണിൻ്റെ ഫലം, അങ്ങനെയാണ് പറയുക. വളരെ കാവ്യാത്മകമായ ഭാഷയാണ് താൻ. ഈ കൃഷിഫലവും അല്ലേ, മണ്ണിൻ്റെ ഫലവും പെണ്ണിൻ്റെ ഫലവും, കൃഷിഫലവും ഗർഭഫലവും, കാവ്യാത്മകമായിട്ടുള്ള ഒരു സമാന്തര കവിതയാണത്, പരസ്പരം ബന്ധപ്പെട്ടത്. അപ്പം ഗർഭം, ഗർഭപാത്രം, ഗർഭഫലം എന്നെല്ലാം പറയാനായിട്ട് പണ്ട് മടിയായിരുന്നത് കൊണ്ടാണ് ഉദരഫലം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അപ്പനൊക്കെ പ്രാർത്ഥിച്ചിരുന്നത് നിന്റെ വയറ്റിൻ ഫലമായ ഈശോ എന്നാണ്. നിന്റെ വയറ്റിൻ ഫലം, അതായത് ഗർഭത്തിൽ ആ കുഞ്ഞ് വലുതാകുന്നതനുസരിച്ച് ഈ ഗർഭപാത്രം വികാസം പ്രാപിക്കുന്നതനുസരിച്ച് വയറ് വലുതായി വരും. അപ്പോൾ ഉദരം വലുതായി വരും, വയറ് വലുതായി വരും. ഉദരം എന്ന് പറഞ്ഞാൽ പറ്റില്ല, ശരിക്കും അബ്ഡമൻ, വയറാണ്. ആ അബ്ഡമൻ ഇങ്ങനെ വലുതായി വരുന്നു. അപ്പോൾ വയറ്റൻ ഫലം എന്ന് പറഞ്ഞിരുന്നു. ഉദരഫലം എന്ന് ഇപ്പം നമ്മൾ പറയുന്നു.
ശരിക്കും തർജ്ജമ ചെയ്താൽ ഗർഭഫലം എന്നാണ്. നിന്റെ ഗർഭഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിയമാവർത്തന പുസ്തകത്തില് 28-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഹീബ്രുവിലെ ബെറ്റൻ എന്ന വാക്കാണ്. സ്ത്രീയോട് പറയുന്നെങ്കിൽ ഗർഭഫലമെന്നും പുരുഷനോടാണെങ്കിൽ നാഭീഫലം അല്ലെങ്കിൽ കടിപ്രദേശത്തിന്റെ ഫലം എന്നൊക്കെയാണ് അതിന്റെ തർജ്ജമ. നിന്റെ മകൻ അനുഗ്രഹീതൻ എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. ഈ എലിസബത്ത് പറഞ്ഞത് നിന്റെ ഗർഭഫലം അനുഗ്രഹീതം എന്നതിന് പകരം മകൻ എന്ന വാക്ക് പറഞ്ഞ്, മകൻ തീർച്ചയായിട്ടും ബന്ധത്തെ സൂചിപ്പിക്കുന്നു. പക്ഷേ ഈ അപ്പൻ മകൻ ബന്ധം അല്ലെങ്കിൽ പിതാപുത്ര ബന്ധം അത് എപ്പോഴും ശാരീരിക ബന്ധം തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. അതായത് ബയോളജിക്കൽ ജീവശാസ്ത്രപരമായ ബന്ധം ആകണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണം, മർക്കോസിനെ വിശുദ്ധ പത്രോസ് പറയുന്നത് എൻ്റെ മകൻ എന്ന് വിളിക്കണേ. എൻ്റെ മകൻ. പത്രോസ് മർക്കോസിനെ വിളിക്കുന്നത് എൻ്റെ മകൻ എന്നാണ് ബൈബിളിൽ. അവിടെ മകൻ എന്ന് പറഞ്ഞാൽ പത്രോസ് ജനിപ്പിച്ചവൻ എന്നല്ല അർത്ഥം. അപ്പോൾ പത്രോസ് ജനയിതാവല്ല. അതൊരു ഇല്ലേ സഹോദരി സഹോദരന്മാരെ എന്ന് നമ്മൾ പ്രസംഗം പറയുമ്പോൾ പറയും, സഹോദരി സഹോദരന്മാരെ, എൻ്റെ അമ്മ പെറ്റ മക്കളെ എന്നാണ് അർത്ഥം. പെന്തക്കോസ്തുകാർക്ക് അങ്ങനെയാ കേട്ടോ, യഹോവ സാക്ഷികൾക്ക് അങ്ങനെയാ. യേശുവിന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മറിയം പെറ്റതാണ്. അവർക്ക് അങ്ങനെയാണ്. പക്ഷേ ലോകത്തെ മനുഷ്യർക്ക് അങ്ങനെയല്ല. ഇല്ലേ, ഇന്ത്യക്കാരെല്ലാം എൻ്റെ സഹോദരി സഹോദരന്മാരാണ് നമ്മൾ പറയും. പള്ളിയിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പ്രസംഗിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, സഹോദരി സഹോദരന്മാരെ. അതൊരു ഒരു ഒരു ജാനരിക് ടേമാണ്. എൻ്റെ അമ്മ പ്രസവിച്ച ഉടപ്പിറന്നോളെ എന്ന് അല്ലെങ്കിൽ ഉടപ്പിറന്നവരെ എന്നല്ല പറയുന്നത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവരെ എന്നല്ല പറയുന്നത്. അപ്പോൾ മകൻ, മകള്, സഹോദരൻ, സഹോദരി അതൊക്കെ പറയുമ്പോൾ ജീവശാസ്ത്രപരമായ ബന്ധം എപ്പോഴും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇപ്പം നമ്മൾ പള്ളിയിൽ അച്ഛനെ ഫാദർ എന്ന് വിളിക്കണം. ഏലിയായെ പിതാവെന്ന് വിളിച്ചത്. അതായത് അന്ന് പ്രവാചക കലാലയങ്ങളുണ്ടായിരുന്നു. ആ കലാലയത്തെ കുട്ടികൾ കലാലയത്തിലെ ഹെഡ്മാസ്റ്റർ വിളിച്ചിരുന്നത് പിതാവെന്നാണ്. അതുപോലെ ഗുരുക്കന്മാര് അവരെ ശിഷ്യന്മാരെ വിളിച്ചിരുന്നത് മക്കളെ എന്നാണ്. നമ്മുടെ സ്കൂളുകളിൽ അങ്ങനെയാണ്. ഞാൻ പണ്ട് സ്കൂളിൽ സ്കൂൾ ലീഡറായിരുന്നു. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അന്ന് വലിയ സമരമൊക്കെയാണ്. KSU SFI സംഘർഷം സമരമൊക്കെയാണ്. അപ്പം ഞങ്ങൾ ഒരിക്കൽ മാഷന്മാരൊക്കെ ഇങ്ങനെ സ്റ്റാഫിൽ പൂട്ടിയിട്ട് ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഞങ്ങൾക്കൊരു പൗലോസ് മാഷ് ഉണ്ടായിരുന്നു. നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന പൊളിറ്റിക്സ് എടുക്കുന്ന മാഷാണ്. മാഷ് ഇച്ചിരി വൈകി അന്ന് വന്നത്. അപ്പം ഞങ്ങളിങ്ങനെ മാഷന്മാരെല്ലാം സ്റ്റാഫ് റൂമിൽ പൂട്ടിയിട്ടിരിക്കുക. മക്കളെ എന്നും പറഞ്ഞ പുള്ളി വന്നത്. മക്കളെ. ഞങ്ങൾ ഇല്ല, ആ സ്കൂളിൽ 1500ഓളം കുട്ടികളുണ്ട്. ഈ 1500ഓളം കുട്ടികളെയും മാഷ് വിളിച്ചത് മക്കളെ എന്നാണ്. പെന്തക്കോസ്തുകാരും യഹോവ സാക്ഷികൾ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടാക്കി പറഞ്ഞേനെ, ഇവരൊക്കെ തൻ്റെ മക്കളാണോ, അപ്പൊ തൻ്റെ ഭാര്യ എന്തുമാത്രം പ്രസവിച്ചെന്നൊക്കെ ചോദിച്ചേനെ പെന്തക്കോസ്തുകാരും യഹോവ സാക്ഷികളും. അന്ന് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇവരുണ്ടായിരുന്നില്ല. ഇപ്പം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു വന്നത്, മകൻ അല്ലെങ്കിൽ മകള്, സഹോദരൻ, സഹോദരൻ എന്ന് പറഞ്ഞാൽ അത്ര മൂർത്തമായ ഭാഷയല്ല. ഈ ശാരീരികമായി ജനിപ്പിച്ചു എന്ന അർത്ഥം എപ്പോഴും മകൻ, മകൾ എന്നീ വാക്കുകൾക്കില്ല. സഹോദരൻ, സഹോദരി എന്നീ വാക്കുകൾക്കില്ല. ഫലം എന്ന് പറഞ്ഞാലോ, ഫ്രൂട്ട്, ഹോ കാർപ്പോസ് എന്ന് ഗ്രീക്കില്, അതൊരു വികാസ പ്രക്രിയയെ സൂചിപ്പിക്കുന്നു. ഒരു വികാസ പ്രക്രിയ. ഫലം, ഇപ്പം നമ്മൾ ചക്ക, മാങ്ങ ഒരു ഫലമാണത്. അത് ഇല്ലേ, ആ വൃക്ഷം തളിർത്ത് പിന്നെ പൂവിട്ട് മൊട്ടിട്ട് ഫലമായി, ഫലം പിന്നെ അത് മച്ചുവറാകുന്നു, പഴുത്ത് പാകമാകുന്നു. അപ്പോൾ ഒരു പ്രക്രിയയുണ്ട്, ഒരു വികാസ പ്രക്രിയയുണ്ട്. മറിയത്തിന്റെ ഗർഭത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഉരുവായി ഇല്ലേ, സാധാരണ കുഞ്ഞുങ്ങൾ വികാസം പ്രാപിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിന് ജനിച്ചവരാണ് ക്രിസ്തുവെങ്കിലും സാധാരണ കുഞ്ഞുങ്ങൾ വികാസം പ്രാപിക്കുന്ന പോലെ മറിയത്തിൽ നിന്ന് പോഷകാംശങ്ങളൊക്കെ സ്വീകരിച്ച് 10 മാസം കിടന്ന്, 10 മാസം എന്ന് പറയുമ്പോൾ ചില ആണുങ്ങൾ പറയും, അച്ഛാ 10 മാസം അല്ല 9 മാസം ഉള്ളതെന്ന്. അത് ശരിയല്ല, 10 മാസമാണ്. സ്ത്രീകളുടെ ശരീരത്തിൽ അവർ ഫോളോ ചെയ്യുന്നത് 28 ദിവസമുള്ള ചാന്ദ്രമാസമാണ്. ആർത്തവ ചക്രം 28 ദിവസമാണ്. 250 ദിവസമാണ് കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്നത്. ചിലപ്പോൾ ചിലരൊക്കെ നേരത്തെ പോരുന്നു, അതിൻ്റെ പോരായ്മകൾ അവർക്കുണ്ട് താനും. അപ്പോൾ 250 ദിവസം എന്ന് പറഞ്ഞാൽ 28 ദിവസമുള്ള 10 മാസം, 28 ദിവസമുള്ള ചാന്ദ്രമാസമാണ് സ്ത്രീകൾ അവർ ശരീരത്തിൽ പിന്തുടരുന്നത്. അപ്പം അതിനേക്കാൾ വലിയ തെളിവ് വേണോ? എന്നിട്ട് പുരുഷ കേന്ദ്രീകൃതമായ സൂര്യമാസം അതിൻ്റെ പിറകെ പോകേണ്ട കാര്യമില്ല. സ്ത്രീകൾ പിന്തുടരുന്നത് ചാന്ദ്രമാസമാണ്. അപ്പം അത് പിന്തുടർന്നാൽ മതി. അപ്പോൾ 10 മാസം. അപ്പോൾ ഈശോ മറിയത്തിൻ്റെ ഗർഭത്തിൽ ഇല്ലേ, ഒരു തീർത്തും ശിശുവായി ഉരുവായി മറിയത്തിൽ നിന്ന് പോഷകാംശവും എല്ലാം സ്വീകരിച്ച് വളർന്ന്
10 മാസം ആ ഗർഭത്തിൽ കിടന്നിട്ടാണ് അമ്മയിൽ നിന്നെല്ലാം സ്വീകരിച്ച് വളർച്ചയെത്തിയിട്ടാണ് ഈശോ ജനിക്കുന്നത്. ഈ വികാസ പ്രക്രിയയൊക്കെ സൂചിപ്പിക്കുകയാണ് ഫ്രൂട്ട് എന്ന വാക്ക്, ഫലം, നിന്റെ ഗർഭഫലം. മകൻ, മകള്, സഹോദരൻ, സഹോദരി എന്നൊക്കെ പറയുന്ന വാക്കുകൾക്ക് ഇല്ലാത്ത ഒരു വലിയ ആഴം ഈ ഫലം എന്ന വാക്കിനുണ്ട്. മാത്രമല്ല, മനുഷ്യാവതാരത്തിന്റെ ശാരീരികതയെ ഊന്നി പറയുകയാണ്. പുരുഷന്റെ സ്പർശനമില്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹായുടെ ശക്തി കൊണ്ടാണ് മറിയം ഗർഭം ധരിച്ചത്. എങ്കിലും മറിയത്തിന്റെ ഗർഭത്തിലെ ശിശു ശരിക്കും മാനുഷിക മാംസത്തിൽ നിന്ന് രൂപമെടുക്കുന്നു. മനുഷ്യത്വം കൊടുത്തത്, മാനുഷികത കൊടുത്തത് മറിയമാണ്. ദൈവം മനുഷ്യനാവുകയാണ് മറിയത്തിന്റെ ഗർഭത്തില്. അവന്റെ മനുഷ്യത്വം, മാനുഷികത സകലതും കൊടുക്കുന്നത് മറിയമാണ്. മറിയത്തിൽ നിന്നാണ്, അവളുടെ ഗർഭത്തിന്റെ ഫലമായിട്ടാണ്, 10 മാസം അവളുടെ ഗർഭത്തിൽ കിടന്നിട്ടാണ് ഈശോ ജനിക്കുന്നത്. ഈ സത്യമാണ് പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും നിഷേധിക്കുന്നത്. അവർ പറയുന്നത് മറിയത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. അതേക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ചുരുക്കത്തിൽ ഇപ്പം ഞാൻ 3 കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്. മറ്റ് 14 അർത്ഥങ്ങളിൽ 3 ഞാൻ ഇപ്പോൾ പറഞ്ഞു. മറ്റത് അടുത്ത ടോക്കിൽ കേൾക്കാം. ഒന്ന്, ഈ പറഞ്ഞ പെന്തക്കോസ്ത് ദൈവസഭക്കാരെ പോലെയുള്ളവരുടെ വചനം ദുർവ്യാഖ്യാനം ചെയ്യാൻ നടക്കുന്നവരെ അവരുടെ ആർഗ്യുമെന്റ്സിന് മുൻകൂറായി തന്നെ മറുപടി കൊടുക്കുകയാണ് എലിസബത്ത്. നിന്റെ മകൻ, നിന്റെ മകൾ എന്നൊക്കെ പറയാതെ നിന്റെ ഗർഭഫലം എന്ന് പറയുന്നത് മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്നാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നത് എന്നുള്ളതിന് ഉത്തരം കൊടുക്കുകയാണ്. 1. 2, ഞാൻ പറഞ്ഞു ഗർഭഫലം എന്ന് പറഞ്ഞ് കൃഷിഫലം പോലെ നിയമാവർത്തന പുസ്തകം 7:13, നിയമാവർത്തന പുസ്തകം 28:4 ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മണ്ണിന്റെ ഫലം കൃഷിഫലം, പെണ്ണിന്റെ ഫലം ഗർഭഫലം. കാവ്യാത്മകവും സമാന്തരം മാത്രമല്ല, അതിന് തമ്മിലൊരു പരസ്പര ബന്ധമുണ്ട് എന്ന് പറയുകയാണ്. ആ ബന്ധം, ഗർഭഫലം, മണ്ണിന്റെ ഫലം എന്നൊക്കെ പറയുന്ന ആ മണ്ണും പെണ്ണുമായിട്ടുള്ള ബന്ധം ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനായി വരുന്നു, മണ്ണിലേക്ക് വരുന്നു, അത് പെണ്ണിലൂടെ വരുന്നു. ആ ബന്ധം വെളിപ്പെടുത്തുകയാണ്. മണ്ണിന്റെ ഫലം, പെണ്ണിന്റെ ഫലം, കൃഷിഫലം, ഗർഭഫലം. അതിനോട് മാത്രമല്ല ഒരു വളരെ മൂർത്തമായ ഭാഷയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പനോടാണ് മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ പറയുന്നെങ്കിൽ നിന്റെ നാഭീഫലമെന്നും, അമ്മയോടാണെങ്കിൽ നിന്റെ ഗർഭഫലമെന്നും പറയുന്നു. അപ്പം അത് വളരെ വളരെ മൂർത്തമായ, അങ്ങനെ അർത്ഥത്തിന് ശങ്കയില്ലാത്ത തരത്തിലുള്ള ഒരു അർത്ഥമായി കിട്ടുന്നു. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മകൻ എന്ന വാക്ക് ഉപയോഗിച്ചാലോ മകൾ എന്ന വാക്ക് ഉപയോഗിച്ചാലോ അതിനൊരു പൊതു അർത്ഥമാണ്. എപ്പോഴും ജനയിതാവ് അല്ലേ, ജനിപ്പിച്ച മകൻ എന്ന അർത്ഥം കിട്ടണമെന്നില്ല. പത്രോസ് മർക്കോസിനെ മകൻ എന്ന് വിളിക്കുമ്പോൾ ജനിപ്പിച്ചവൻ എന്ന അർത്ഥത്തിലല്ല. ഏലിയായ ഏലിഷ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ജനിപ്പിച്ചവൻ എന്ന അർത്ഥത്തിലല്ല. അപ്പോൾ പിതാവ്, മകൻ എന്ന വാക്കിനൊക്കെ കുറച്ചുകൂടി പൊതുവായ അർത്ഥമാണുള്ളത്. ഇവിടെ പൊതുവായ അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്, വളരെ കോൺക്രീറ്റായ അർത്ഥമാണ്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഫലം എന്നത് ഒരു വികാസ പ്രക്രിയയെ സൂചിപ്പിക്കുന്നു. മനുഷ്യാവതാരത്തിന് ശാരീരികത ഊന്നി പറഞ്ഞിരിക്കുകയാണ്. അതായത് മറിയത്തിൽ നിന്നാണ് മനുഷ്യത്വം, യേശുവിന്റെ മനുഷ്യത്വം മറിയം കൊടുത്തതാണ്. അത് 10 മാസം അവളുടെ ഗർഭത്തിൽ കിടന്നു തന്നെയാണ്, ഗർഭത്തിന്റെ ഫലമാണ്. അത് മകൻ എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അത് അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയാണ് നിന്റെ ഗർഭഫലവും അനുഗ്രഹീതമെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. പെന്തക്കോസ്തക്കാരെ, ദൈവസഭക്കാരെ ഒക്കെ നിങ്ങൾ ഈ ദൈവവചനത്തിലേക്ക് തിരിച്ചു വരിക. കത്തോലിക്ക സഭയോടുള്ള അന്ധമായ വിരോധം മാറ്റിവെക്കുക. നിങ്ങളുടെ മിഷൻ പ്രവർത്തനവും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ തുടർന്നോളൂ. പക്ഷേ എല്ലാവരെയും ആത്യന്തികമായിട്ട് കത്തോലിക്ക സഭയിൽ കൊണ്ടുവരണം. അവിടെയാണ് വചനം, ഇങ്ങനെ വ്യഭിചരിക്കപ്പെടാത്ത വചനം സൂക്ഷിക്കപ്പെടുന്ന അവിടെയാണ്. സഭയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളും തിന്മകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഒന്നിച്ച് പോരാടി നമുക്കതിനെതിരെ പോരാടാം. പക്ഷേ സഭയിലേക്ക് വരണം. നിങ്ങൾ ഈ വചനം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആളുകളെയും കൂട്ടി കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു വരണമെന്ന് വീണ്ടും വീണ്ടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മറിയത്തെ സ്നേഹിക്കുന്ന ആളുകൾ, എൻ്റെ പ്രസംഗം കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ മറിയത്തെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യം ബോധ്യം വരുന്നെങ്കിൽ, ബോധ്യം വരുന്നത് പല പ്രാവശ്യം കേൾക്കുക, എന്നിട്ട് അത് മറ്റുള്ളവർ പ്രസംഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വീഡിയോ എങ്കിലും അയച്ചു കൊടുക്കുക. അങ്ങനെ ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുന്ന പ്രക്രിയയിൽ നമുക്ക് പങ്കുചേരാം. സുവിശേഷം വികസിക്കുന്ന പ്രക്രിയയിൽ അപ്പോൾ നമ്മൾ പങ്കുചേർന്ന് മറിയത്തെ ഭാഗ്യവേദം പ്രകീർത്തിക്കുകയും നമ്മൾ ഭാഗ്യം സിദ്ധിച്ച കൃപ ലഭിച്ചവരായി മാറുകയും ചെയ്യും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.